ഹലോ. പുഴമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൽ നമ്മൾ പുഴയിൽ നിന്ന് നേരിട്ട് പിടിച്ച് കൊണ്ടുവരുന്നതാണെങ്കിൽ അത് മണലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. പിന്നെ അതിൻ്റെ നമ്മൾ സാധാരണ മറ്റേ മീൻ പോലെയല്ല, നമുക്ക് ഈ പുഴമീനിൻ്റെ ഒരു പുളുമ്പ് മണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പച്ചമണം പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വെണ്ണീറെടുത്തിട്ട് നമ്മുടെ വിറകടുപ്പിൽ വെണ്ണീറുണ്ടാവില്ലേ, ആ വെണ്ണീറെടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കല്ലിൽ, നമ്മുടെ അലക്കുകല്ല് പോലത്തെ കല്ലുണ്ടെങ്കിൽ ആ കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരയ്ക്കുക, രണ്ട് സൈഡും ഉരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പും അതുപോലെ തന്നെ ആ മണമൊന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സാധാരണ മത്തിയൊക്കെ നന്നാക്കുന്നത് പോലെ നമ്മളതിൻ്റെ വാലും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ചെളുക്ക, അതുപോലെ തല, പിന്നെ വയറിലുള്ള ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ നമ്മൾ എടുത്ത് കളയുക. അങ്ങനെയാണ് സാധാരണ നമ്മൾ പുഴമീൻ നന്നാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു ചേറുമണം പോലെ ഒരു മണം നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. സാധാരണ നമ്മൾ കടലിലെ മീൻ പോലെ തന്നെ ആയിരിക്കും പുഴമീൻ്റെ ഇതുണ്ടാവുക. അങ്ങനത്തെ ഒരു മണമോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മളതിൻ്റെ തലയും അതുപോലെ തന്നെ വയറിലെ വേസ്റ്റും അതുപോലെ വാലും ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വേണമെന്നില്ല, ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. അതായത് ആ കറിയിൽ നമുക്ക് അതിൻ്റെ ഒരു കടിക്കാൻ പാകത്തിനുള്ളതൊക്കെ എടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളിവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കുടംപുളിയാണെങ്കിൽ ആ ഒരു വെള്ളമോ നമുക്കതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും ഈ ഒരു മീനിൻ്റെ ഇതും കൂടി മിക്സായി വരും. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാതിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് വല്ലാതെ തിളപ്പിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് എത്ര വെച്ചാൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ, പച്ച തേങ്ങയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വറുത്തിട്ടൊന്നുമില്ല, നേരിട്ട് നമ്മൾ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെന്ന്. തേങ്ങ അരയ്ക്കുന്ന സമയത്തൊരു ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ പുഴമീൻ സാധാരണ ചെറിയ മീനൊക്കെ നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. പിന്നെ ഞാനൊരു അലങ്കാരത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.